ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോസ് ഇടാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തിരക്കുകളുണ്ടാവും. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഐസി ഉണ്ട്. ഐസിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ദാ ഐസിനെ ഐറിനെയൊക്കെ കാണിക്കട്ടോ. ഐറി മോൾ. ഗൈസ്, നമ്മൾ ഐസിക്കുട്ട അവിടെ ഉണ്ട്. ഐസി, എന്താ പരിപാടി? ഐസിന് സ്കൂളില്ലേ? എന്താ ഇന്നെന്താ സ്കൂളില്ലാത്ത? അത് ശരി. ഐറി ഐസിൻ്റെ കയ്യിലുള്ള ആ സൈക്കിളും ചോദിച്ചുകൊണ്ട് പിന്നാലെ നടക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ പോവാം. ഇന്ന് നമുക്ക് ഒരു തട്ടിക്കൂട്ട് കപ്സ് ഉണ്ടാക്കാം. കുറച്ച് ചിക്കൻ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കപ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. തട്ടിക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ കപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചതാട്ടോ. കുക്കറിലാണ് കപ്സ് വെക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടെടുത്തു കേട്ടോ. എന്താ പ്രശ്നം? വീഡിയോ എടുക്കല്ലേ? ഐസി ഫോണ് ചോദിച്ച് വന്നത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞങ്ങാണ്ട് കഴിഞ്ഞില്ലേ ചോദിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. സവാള ഒന്ന് വാടി വന്നപ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടണം. ഇനി ഇതിലേക്ക് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കപ്സ മസാല, പിന്നെ ഉണക്കനാരങ്ങ, കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ അതുപോലെ ഒരു ചിക്കൻ മാഗി ക്യൂബ്, കുറച്ച് ടൊമാറ്റോ സോസ്, ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഗൈസ്, ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, കപ്സക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ മാഗി ക്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. മസാലയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വന്നപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊരു 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ നോക്കി, പാകത്തിനല്ലേ എന്നൊക്കെ നോക്കി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അപ്പോൾ ചോറ് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്കിപ്പോൾ ഒരു അരമുറി സവാള, പിന്നെ അതുപോലെ 2 തക്കാളി, പിന്നെ കുറച്ച് മുളക്, മറ്റേ കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത്, പിന്നെ ഒരു 1-2 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു ചെറിയ ഇഞ്ചിപ്പൊട്ടും, പിന്നെ കുറച്ച് സുർക്കി ഒഴിച്ചു, ഉപ്പും ആവശ്യത്തിന്. ഗൈസ്, അങ്ങനെ സോസ് റെഡി. എന്തിൻ്റെ മണം മണക്കണേ? മന്തിയോ? മന്തിയല്ല. ഐറിമ കയ്യുമ വരക്കാൻ പാടില്ല. ഗൈസ്, പപ്പടം പൊരിക്കണം കേട്ടോ ഉമ്മ.
അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ള ഫുഡ് സെറ്റായി. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടോ. കുക്കറിൽ വിസിലൊക്കെ അടിഞ്ഞ് ആവിയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ കപ്സ റെഡി ആയിട്ടുണ്ട്. മഞ്ഞ കപ്സയാണ്. കപ്സ സെറ്റാണ് ഗൈസ്. കപ്സ ഞാൻ ഈ ചെമ്പക്ക് മാറ്റിട്ടോ. കുക്കറിലാവുമ്പോൾ ഇളക്കാനും അടിയൊന്നും ഇളകിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റി. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഗൈസ് ഇപ്പോൾ സമയം 6:45 ആയി. ഞങ്ങളിവിടെ തൂര് ഇവിടെ അടുത്ത് തന്നെ ഒരു കാർണിവൽ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് കാർണിവലിന് പോയിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞങ്ങളിവിടെ കാർണിവലിൻ്റെ അടുത്ത് എത്തിക്കണം കേട്ടോ. ഇമ്മയൊന്നും പോന്നിട്ടില്ല, അമ്മ ഇപ്പൊന്നും പോന്നിട്ടില്ല. ഞാനും കുട്ടികളും പിന്നെ അമ്മായി ഉണ്ട്. അമ്മായി എൻ്റെ അമ്മായിൻ്റെ കുട്ടിയും പിന്നെ ഒരു അമ്മോൻ്റെ കുട്ടിയും ഓൻ്റെ ഫ്രണ്ടും പിന്നെ അതേപോലെ കുഞ്ഞാമ്മാൻ്റെ കുട്ടിയും ദാദിയിലും. അങ്ങനെ ഞങ്ങളാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങളിവിടെ ഇറക്കിങ്ങാണ്ട് പോയി. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി കണ്ടിങ്ങനെ എടുക്കണം. ഗൈസ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഗൈസ് ഫസ്റ്റ് തന്നെ പെറ്റ് ഷോ ആണ് കേട്ടോ. പിന്നെ വീഡിയോ ചിലപ്പോൾ ഫോണ് ഷെയ്ക്ക് ആയതുകൊണ്ട്, കാരണം ബാക്കിലൊക്കെ നല്ല ക്യൂ ആണ്. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ നടക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ആയതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ വലിയൊരു ക്ലാരിറ്റി ഒക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഗൈസ് ഈ പാമ്പ് വിഷമില്ലാത്ത പാമ്പാണ്, കൊത്തൊന്നുമില്ല, ഉപദ്രവിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ കയ്യുമ്മയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അനുനും ഓനും കയ്യുമ്മ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓനും കയ്യുമ്മ വെച്ചു കേട്ടോ. എന്ത് പാമ്പാ ചോദിച്ചോക്കാ? ഗൈസ് ഇത് ഇഗ്വാന എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ. ഇത് മറ്റേ ഉടുമ്പില്ലേ അതാണ്. റെഡ് ഇഗ്വാന, ഗ്രീൻ ഇഗ്വാന എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിടൂലത്ര, പറ്റി പിടിച്ചുകൊണ്ടേയിരിക്കും. ഉടുമ്പ് പിടിക്കണ പോലെ പിടിച്ച പോലെ കേട്ടിട്ടില്ലേ, അതേപോലെ പറ്റി പിടിച്ചിട്ടേക്കും അത്ര.
ഗൈസ് അപ്പോൾ അനു എൻ്റെ ഫ്രണ്ടും കൂടെ ഈ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. 3 ബോൾ തരും. ആ 3 ബോളോടും ആ ഗ്ലാസ് വെച്ചതൊക്കെ വീഴ്ത്തിയാൽ സമ്മാനം. അങ്ങനെയാണ്. അതിന് 40 രൂപ കൊടുക്കും വേണം കേട്ടോ. എന്നിട്ടാണ് 3 ബോൾ എറിയും, പക്ഷേ സമ്മാനമൊന്നും കിട്ടിയില്ല കേട്ടോ. ഗൈസ് അടുത്തത് ഗോസ്റ്റ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവരെല്ലാവരും കയറി, ഞാനും കുട്ടികളും കയറിയില്ല. എനിക്കതിൽ കയറുന്ന വലിയൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ഊഞ്ഞാലിലും ഞങ്ങളാരും കയറിയില്ല കേട്ടോ. പിന്നെ ഒന്നാമത് അവിടെ തിരക്കായിരുന്നു. പിന്നെ അത്രയും ആൾക്കാരത്തൊക്കെ കഴിഞ്ഞ് കയറുമ്പോഴേക്കും അടുത്തിലൊക്കെ കയറിയിട്ട് സമയമുണ്ട് ഇതിൽ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ. ഗൈസ് ഐസി ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ടേ ആ എയ്റോപ്ലെയിൻ്റെ പോലെ ആ വട്ടത്തിലിങ്ങനെ പോകുന്ന സംഭവം അതിൽ കയറണം എന്ന് പറഞ്ഞാണ്ട് റെഡി ആയി നിൽക്കണം കേട്ടോ. പക്ഷേ ആ ലാസ്റ്റത്തെ കുട്ടി കയറുന്നതോട് കൂടി ഇതിൽ ഫില്ലാവും. അപ്പോൾ ഒരു പറഞ്ഞു ഇനി അടുത്തിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഇവനെന്തായി, പിന്നെ ആ സമയം എത്തിയപ്പോഴത്തേന് ഇവന് കയറണ്ടെന്ന് പറഞ്ഞു. കയറാനൊക്കെ റെഡിയായി നിന്ന ആളായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവൻ അതിൽ കയറിയില്ല കേട്ടോ. പിന്നെ അടുത്തത് ഇവരെല്ലാവരും കൂടി ഇതിൽ കയറുകയെന്ന് പറഞ്ഞു കേട്ടോ. ഈ സംഭവത്തിൽ കയറുമായിരുന്നു. അതിലിവർ വെയിറ്റിംഗ് ആണ്. ഇപ്പം അതിലുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് വേണം ഇവർക്ക് കയറാൻ. അതിൽ ഞാനും ഐറയും കയറിയില്ല. ഐസി ഓരൊപ്പം കയറുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലു ഉണ്ട് ഓളൊപ്പം കയറുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയതാണ്. അതിൽ ദിലും അനുവും സുറുമിയും അമ്മായിയും ഓരെല്ലാവരും പിന്നെ അനുവിൻ്റെ ഫ്രണ്ടും അങ്ങനെ ഓരെല്ലാവരും കയറി. പക്ഷേ ഇത് പിന്നെ അവിടെ അതിൽ കയറിയവർ കറങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ഐസിനെ കണ്ടെന്നെ വിളിച്ചു കൊടുക്കും കേട്ടോ. അതിങ്ങനെ എടുത്തിങ്ങനെ എറിയണ പോലെ തോന്നി. അപ്പം ഞാൻ ഓനെ അതിനിറക്കി കൊടുന്നു. അപ്പം അതിൽ ഇതിലും സുറുമിയുണ്ട്. ഓരുണ്ടായാലും ഒന്നിലാണ്. പിന്നെ അനുവും ഓൻ്റെ ഫ്രണ്ടും അമ്മായിയും ഒരു വേറെ ഇതിൽ. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ഇവരിങ്ങനെ കറങ്ങുന്നത് കാണാണ്. അങ്ങനെ ഇതിലും ടാറ്റയ്ക്ക് കാണിച്ച് പോകുന്നുണ്ട് ഇതിലും സുറുമിയും. പിന്നെ മറ്റോരതിലിങ്ങനെ ഒരു മിന്നാട്ടം പോലെ കാണുന്നുണ്ട്. പക്ഷേ ഏതാണെന്നൊന്നും മനസ്സിലാവുമ്പോഴത്തേനും സ്പീഡ് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. വീഡിയോയിൽ മനസ്സിലാവില്ല, ശരിക്കും മനസ്സിലാവും. ഉണ്ടോ ഇതിലിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എറിയണ പോലെ തോന്നും. അതാണ് ഞാനിതിൽ നിന്ന് ഐസിനെ ഇറക്കിയത്. ഗൈസ് അങ്ങനെ അതിനിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ ട്രെയിനിലാട്ടോ പോയത്. അതിൽ ഞങ്ങളെല്ലാവരും കയറി. ഗൈസ് അങ്ങനെ അതിൻ്റെ ഉള്ളത്തെ ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.